നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. രാമായണവും ഭാഗവതവും പോലെ ശിവക്ഷേത്രങ്ങളിൽ പാരായണം ചെയ്യുന്ന പുണ്യഗ്രന്ഥമാണ് ഹാലാസ്യ മഹാത്മ്യം. തീർത്ഥമാഹാത്മ്യങ്ങളും 64 ശിവലീലകളും അടങ്ങിയ ഈ തമിഴ് കാവ്യം ശ്രീ ചാത്തുക്കുട്ടി മന്നാടിയാർ മലയാളത്തിൽ കിളിപ്പാട്ട് രൂപേണ എഴുതിയ ഈ കൃതി ഇന്ന് പരക്കെ പാരായണം ചെയ്യപ്പെട്ടു വരുന്നു. ദേവി സഹസ്രനാമത്തിൽ മഹാപ്രളയ സാക്ഷിണിയായി ദേവിയെ വാഴ്ത്തുന്നു. ചതുർയുഗങ്ങളുടെ അന്ത്യത്തിൽ മഹാപ്രളയത്തിൽ ഒഴുകി നടക്കുന്ന വിഷ്ണുവാകട്ടെ ബാലപ്രകൃതിയാണ്. ആ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നു വേണം ബ്രഹ്മാവിന് ഉദയം ചെയ്യാൻ. അപ്പോൾ ത്രിമൂർത്തികൾക്കും മുൻപേയുള്ള ശക്തിയാണ് ദേവിയുടേത് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് ശക്തി പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നതും. ഇനി ഇന്നത്തെ സന്ധ്യാനാമത്തിന്റെ സമയമാണ്, കേൾക്കാം. നമഃ പാർവതീപതേ ഹര ഹര മഹാദേവ. ശ്രീ ശങ്കരനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വീട്. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. മുടന്തനും കുരുടനും ഓമയും വിവിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ തൊഴുന്നേ. നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ തൊഴുന്നേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. ിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം. വെള്ളിക്കുന്നും
ചുടലക്കാടും വിലാസ നർത്തനരംഗങ്ങൾ ഉടുക്കിലുണരും ഓങ്കാരത്തിൽ ചോടുകൾ ചടുലമയിളകുന്നു സംഹാര താണ്ഡവാടുന്ന നേരത്തും ശൃംഗാര കേളികളാടുന്നു കാമനെ ചുട്ടോരു കണ്ണിൽ കണലല്ല കാമവാണിപ്പോൾ ജ്വലിപ്പതന്നു കുന്നിൻ മകളറിയാതെ ആകങ്കയ്ക്ക് സേവ ചെയ്യുന്നു മുക്കണ്ണൻ കുന്മകളറിയാതെ ആകങ്കയ്ക്ക് ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ ഒളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓ ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധവും പുരാതനവുമായ തിരുമാന്താംകുന്ന് ക്ഷേത്രം ഉത്സവ ആഘോഷങ്ങളുടെ നിറവിലാണ്. നിരവധി പ്രത്യേകതകളുള്ള പ്രാചീന മഹാക്ഷേത്രമാണിത്. ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചാണ് കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മീനമാസം എന്ന് വിളിക്കുന്ന ഈ മാസത്തിൽ നിരവധിയായിട്ടുള്ള പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന വള്ളുവനാടിൻ്റെ മണ്ണും ഈ മീനമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരക്കാലാണ്. നിരവധിയായിട്ടുള്ള പൂരങ്ങൾ ഈ സമയത്ത് വള്ളുവനാട്ടിലെമ്പാടും നടക്കുന്നുണ്ടെങ്കിലും ഇക്കാലത്ത് ഈ മീനമാസത്തിലെ മകീരം നക്ഷത്രം തൊട്ട് തുടങ്ങുന്ന 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഏറെ പ്രശസ്തമായിട്ടുള്ള മാമാങ്കത്തിൻ്റെ പോലും പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന സാക്ഷാൽ തിരുമാന്താംകുന്ന് ഭഗവതിയുടെ പൂരക്കാലം കൂടിയാണ് ഈ മീനമാസം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ ഏത് കഥ പറയണം എന്നുള്ളൊരു കാര്യം ചിന്തിച്ചപ്പോൾ ഒരു സംശയം ഉണ്ടായില്ല. തിരുമാന്താംകുന്നിലമ്മയുടെ കഥ, വള്ളുവനാടിൻ്റെ പരദേവതയായിട്ടുള്ള സാക്ഷാൽ തിരുമാന്താംകുന്നിലമ്മയുടെ കഥ തന്നെ ഈ അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടാൻ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ആരാണ് തിരുമാന്താംകുന്നിലമ്മ? ആത്യന്തികമായിട്ട് സാക്ഷാൽ ശ്രീ ഭദ്രകാളി തന്നെയാണ് തിരുമാന്താംകുന്നിലമ്മ എന്ന് മനസ്സിലാക്കുക. ആ തിരുമാന്താംകുന്നിലമ്മയുടെ കഥ പരിശോധിക്കുമ്പോൾ ആ സ്ഥലനാമം തിരുമാന്താംകുന്ന് എന്നുള്ള പേര് ആ സ്ഥലത്തിന് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുക വലിയ മഹർഷി ആവുന്നതിന് മുമ്പ് രാജാവായിരുന്ന സൂര്യവംശത്തിൽപ്പെട്ട മാന്ധാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജാവിൻ്റെ കഥയാണ്. അദ്ദേഹം നിരവധി തവണ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത് ദേവന്മാരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കാലാന്തരത്തിൽ അദ്ദേഹം ഒരു സമയമായപ്പോൾ രാജ്യമൊക്കെ മക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം സന്യാസിയായി മഹർഷിയായി മാറി എന്നാണ്. അദ്ദേഹമാണ് മാന്ധാതാവ് മഹർഷി. അദ്ദേഹം മഹാദേവൻ്റെ വലിയ ഭക്തനായിരുന്നു. മഹാദേവനെ എന്നും പൂജിക്കും, നമസ്കരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ പൂജാവസാനം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു മാന്ധാതാവിനോട് എന്നാണ്, താൻ കുറേ നാളായിട്ട് വളരെ ഗംഭീരമായിട്ട് എന്നെ പൂജിക്കുന്നുണ്ട്, ആ പൂജയിൽ എനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്, എന്തെങ്കിലും ഒരു വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. മാന്ധാതാവ് മഹർഷിക്ക് മഹാദേവനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് ഒന്നും തന്നെ ചോദിക്കാനുണ്ടായിരുന്നില്ല. എപ്പോഴും അങ്ങയിൽ ഭക്തി ഉണ്ടാവണമെന്ന് മാത്രം അദ്ദേഹം പ്രാർത്ഥിച്ചു. എങ്കിലും മഹാദേവൻ ഒന്നുകൂടെ നിർബന്ധിച്ചു. വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും തരാതെ പോകാൻ നിർവാഹമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ. ചോദിച്ചപ്പോൾ മാന്ധാതാവ് മഹർഷി മഹാദേവനോട് ചോദിച്ചത്, ഭഗവാനെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വസ്തു എനിക്ക് ആരാധിക്കാനായിട്ട് തരണം എന്നാണ്. അപ്പോൾ ഭഗവാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താ? സാക്ഷാൽ ശ്രീപാർവതി അവരുടെ തേവാരപ്പുരയിൽ വെച്ച് പൂജിക്കുന്ന ഒരു ശിവലിംഗം ഉണ്ട്. അത് മഹാദേവന് വലിയ ഇഷ്ടമാണ്. ഭഗവാൻ വിചാരിച്ചു ഇതായിരിക്കും മാന്ധാതാവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം എന്ന് കരുതി ആ ശ്രീപാർവതിയുടെ തേവാരപ്പുരയിൽ ഉണ്ടായിരുന്ന ശിവലിംഗം എടുത്ത്
മാന്ധാതാവിന് ആരാധിക്കാനായിട്ട് കൊടുത്തു. മാന്ധാതാവ് സന്തോഷത്തോടു കൂടി അതും പ്രതിഷ്ഠിക്കാനായിട്ട് പോയി. ഈ സമയത്ത് ശ്രീപാർവതി ദേവി തൻ്റെ തേവാരപ്പുരയിലേക്ക് പൂജയ്ക്കായി വന്ന സമയത്ത് വിഗ്രഹം അവിടെ കാണാനില്ല. ദേവിക്ക് മനസ്സിലായി ഭഗവാൻ അത് ഭക്തനെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ അത് എനിക്ക് അത്രയും സ്നേഹമുള്ളൊരു ശിവലിംഗമാണ്, അങ്ങ് മറ്റെന്ത് കൊടുത്താലും ഞാൻ തിരിച്ചു ചോദിക്കില്ലായിരുന്നു, ഇതെനിക്ക് തിരിച്ചു തരണം എന്ന് ദേവി ഭഗവാനോട് പറയുന്നു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ കൊടുത്തൊരു സാധനം ഞാൻ ഒരാളുടെ നിന്നും തിരിച്ചു വാങ്ങേണ്ട പതിവില്ല, അതുകൊണ്ട് ദേവി തന്നെ അത് തിരിച്ചു വാങ്ങാനുള്ള രീതികൾ നോക്കിക്കൊള്ളൂ എന്നാണ്. ഈ സമയത്ത് സാക്ഷാൽ ശ്രീപാർവതി തൻ്റെ മകളായിട്ടുള്ള ഭദ്രകാളിയെ വിളിച്ചു എന്ന് തന്നെയാണ് കഥയിൽ പറയുന്നത്. ഭദ്രകാളി എന്ന് പറയുന്നത് കേരളീയ സമ്പ്രദായത്തിൽ ശിവപുത്രിയായിട്ടാണ് കണക്കാക്കുന്നത്. ശിവന്റെ തൃക്കണ്ണിൽ നിന്ന്, ജടയിൽ നിന്ന്, കണ്ഠത്തിൽ നിന്ന്, ഈ 3 സമ്പ്രദായവും പറയാറുണ്ട്. അതിൽ നിന്ന് ജനിച്ചവളാണ് കാളി. ആ കാളിയെ വിളിച്ചു പറഞ്ഞു, പോയി മാന്ധാതാവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ശിവലിംഗം തിരിച്ചു വാങ്ങിയിട്ട് കൊണ്ടുവരൂ. ദേവി ആദ്യം മാന്ധാതാവിനെ കാണുന്നു. വളരെയധികം മര്യാദയുടെ ഭാഷയിൽ മാന്ധാതാവിനോട് ചോദിക്കുന്നു, എൻ്റെ അമ്മ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെടുത്തു തരണം. മാന്ധാതാവ് പറഞ്ഞു, ഇത് നിങ്ങളുടെ അച്ഛൻ എനിക്ക് സ്നേഹത്തോടെ തന്നിട്ടുള്ളതാണ്, ഇത് ഞാൻ ജീവിതത്തിൽ ഇനി എവിടെയും താഴെ വയ്ക്കില്ല, ഇതെനിക്ക് എൻ്റെ പ്രാണനേക്കാൾ വലുതാണ്, ഞാൻ തിരിച്ചു തരില്ല എന്ന് പറയും ചെയ്തു. ഈ സമയത്ത് ദേവി ഒന്നുകൂടെ നിർബന്ധിച്ചു. ഇങ്ങനെ പലതവണ നിർബന്ധിക്കുകയും മാന്ധാതാവ് നിരസിക്കുകയും ചെയ്തപ്പോൾ ദേവിയുടെ ഉള്ളിലുള്ള ആ ഭദ്രകാളി സ്വഭാവം പുറത്തേക്ക് വന്നു എന്നാണ്. ദേവി തൻ്റെ കൂടെയുള്ള ഭൂതഗണങ്ങളെയും കൂട്ടി മാന്ധാതാവിനെ ആക്രമിക്കാനായിട്ട് അദ്ദേഹം നിന്നിരുന്ന കുന്നിൻ്റെ മുകളിലേക്ക് ഓടിത്രേ. ദേവിയുടെയും ഭൂതഗണങ്ങളുടെയും കയ്യിൽ കുറേ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാവം മാന്ധാതാവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് മാന്ധാതാവിൻ്റെ അടുത്ത് ഒന്നുമില്ല ആക്രമിക്കാൻ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതരം കായ, വെള്ളവനാട്ടിൽ അതിനെ ആട്ടങ്ങ എന്ന് വിളിക്കും, അതെടുത്ത് മന്ത്രം ചൊല്ലി ദേവിക്കും ഭൂതഗണങ്ങൾക്കും നേരെ എറിഞ്ഞു മാന്ധാതാവും ശിഷ്യന്മാരും എന്നാണ്. അതാണ് തിരുമാന്ധാവിൽ നിന്നും നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ആട്ടങ്ങേറ് എന്നുള്ള ചടങ്ങിൻ്റെ പുറകിലുള്ള ഐതിഹ്യം. ഒരു പരിധിവരെ ഭൂതഗണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ മാന്ധാതാവിന് സാധിച്ചു അത്രേ. എന്നാൽ ഭഗവതിയെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ദേവി അങ്ങോട്ട് കയറി വന്ന ശിവലിംഗത്തിൽ കയറി പിടിച്ച് വലിക്കാൻ തുടങ്ങി. മാന്ധാതാവ് മറ്റേ ഭാഗത്തുനിന്നും വലിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ പിടിവലിയായ സമയത്ത് സാക്ഷാൽ മഹാദേവനും ശ്രീപാർവതിയും ഒപ്പം ദേവിയുടെ കയ്യിലൊരു കുഞ്ഞ് ഗണപതി ഭഗവാൻ ഉണ്ടായിരുന്നു എന്നാണ്. 3 പേരും കൂടെ ചേർന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട്, ഇനി ഈ വിഗ്രഹം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതില്ല, ഞങ്ങൾ ഇവിടെ സാന്നിധ്യം ചെയ്തോളാന്ന് മാന്ധാതാവിനോടും ഭദ്രകാളിയോടും പറഞ്ഞു അത്രേ. അപ്പൊ ദേവി ചോദിച്ചു, ഞാനിവിടെ വന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കൊണ്ടുവരാനാണ് ഞാൻ വന്നത്, അങ്ങ് പറയണു ഇപ്പം ഇത് ഇവിടെ ഇരുന്നോട്ടെ എന്ന്, ഇനി ഞാൻ എന്ത് വേണം? ആ സമയത്ത് ഭഗവാൻ തൻ്റെ മകളോട് പറയണു, ഇവിടെ നിന്റെ ഒരു വലിയ ക്ഷേത്രം കാലാന്തരത്തിൽ ഉയരപ്പെടും, അവിടെ തിരുമാന്ധാകുന്നിലെ അമ്മയായിട്ട് ജനങ്ങൾ വന്ന് നിന്നെ തൊഴും, നീയും ഞാനും എവിടെ ഒരുമിച്ചിരിക്കുന്നോ അവിടെ എന്നേക്കാൾ കീർത്തി നിനക്കുണ്ടാവുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. അച്ഛനും മകളും എവിടെയാണോ ഒരുമിച്ചിരിക്കുന്നത് അവിടെയൊക്കെ തന്നെ അച്ഛനേക്കാൾ കൂടുതൽ കീർത്തി മകളായിട്ടുള്ള ഭദ്രകാളിക്ക് ഉണ്ടാവുമെന്ന് മഹാദേവൻ വരം കൊടുക്കുകയും ചെയ്തു എന്നാണ്. ഇന്നും തിരുമാന്ധാകുന്ന് ശിവന്റെ പ്രതിഷ്ഠയുണ്ട്, ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്. പക്ഷേ ക്ഷേത്രം അറിയപ്പെടുന്നത് ഭദ്രകാളിയായിട്ടുള്ള തിരുമാന്ധാകുന്നിലെ അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ പേരിലാണ്. മൂലസ്ഥാനത്ത് ശ്രീപാർവതിയും മഹാഗണപതിയും മഹാദേവനും സാന്നിധ്യം ചെയ്യുന്നു. ആ മൂലസ്ഥാനത്തുള്ള ഗണപതിക്കാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിവാഹ തടസ്സം മാറാനുള്ള മംഗല്യപൂജ എന്ന് പറയുന്ന വഴിപാട് നമ്മൾ നടത്തുകയും ചെയ്യാറുള്ളത്. തിരുമാന്ധാകുന്നിലെ അമ്മയുടെ വിഗ്രഹം 8 കൈകളോട് കൂടിയിട്ടുള്ള വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള വിഗ്രഹമാണ്. അത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശ്രീകോവിലിനെ മാതൃശാല എന്ന് വിളിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയും ആ ശ്രീകോവിലിൽ നമുക്ക് കാണാൻ സാധിക്കും. കാശ്മീര ശൈവ സമ്പ്രദായത്തിലുള്ള യുരുജിത് വിധാനത്തിലുള്ള പൂജാകർമ്മങ്ങളാണ് ഇന്നും തിരുമാന്ധാകുന്ന് നടക്കുന്നത്. 11 ദിവസത്തെ ഉത്സവം ഇതാ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുമാന്ധാകുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തിരുമാന്ധാകുന്നിലമ്മയായിരിക്കുന്ന ഭദ്രകാളിയുടെ ഈ പൂരക്കാലത്ത് ഭഗവതിയുടെ കഥ അനുസ്മരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചതിന് അമ്മയോട് നന്ദി പറയുന്നു. ആ സവിധത്തിലൊന്നും ചെന്ന് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ അമ്മയുടെ ആ തിരുവിഗ്രഹം കാണാനുള്ള ഭാഗ്യം നമുക്ക് തരണേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമാന്ധാകുന്നിലമ്മയുടെ പൂരക്കാലത്ത് അവിടെ എത്തുന്ന എല്ലാ ഭക്തരെയും ദേവി 2 കൈയും നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മിക്ക സ്ഥലങ്ങളിലും നാഗദൈവങ്ങളെ ആരാധിച്ചു വരുന്നു. കൂടാതെ നാഗങ്ങളെ പ്രധാന മൂർത്തിയായി ആരാധിച്ചു വരുന്ന ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. ഇവയ്ക്കും പുറമെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ചെറുകാവുകളും നമുക്ക് കാണാം. താന്ത്രിക ആചാരങ്ങളിൽ ഇത് രണ്ടും രണ്ടാണ്. അനന്തൻ നാഗവും വാസുകി സർപ്പവുമാണ്. അതായത് നാഗം എന്നത് വൈഷ്ണവ സങ്കല്പവും സർപ്പം എന്നത് ശൈവ സങ്കല്പവുമാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം.
കാരിക്കോട് ഭഗവതി ക്ഷേത്രം. വന്ദിക്കുന്നവർക്ക് ആനന്ദമൂർത്തിയും നിന്ദിക്കുന്നവർക്ക് സംഹാരരുദ്രയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. ഭാരതീയ ദേവതാ സങ്കല്പങ്ങളിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് ഭദ്രകാളിക്കുള്ളത്. ദാരിക വധത്തിനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവൾ, ദക്ഷന്റെ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തതിൽ ക്രുദ്ധനായി തീർന്ന പരമശിവൻ ദക്ഷനോടുള്ള പ്രതികാരത്തിനായി തന്റെ ജഡ നിലത്തടിച്ച് സൃഷ്ടിച്ചവൾ എന്നൊക്കെയാണ് ഭദ്രകാളിയുടെ ജനനത്തെപ്പറ്റി പൊതുവായി വിശ്വസിക്കപ്പെട്ടു വരുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ളത്. ബ്രഹ്മാവിൽ നിന്നും വരസിദ്ധികൾ നേടിയ ദാരികാസുരനെ തോൽപ്പിക്കാൻ ബ്രഹ്മാവ്, വിഷ്ണു, സ്കന്ദൻ, ഇന്ദ്രൻ, യമൻ തുടങ്ങിയവർക്കൊന്നും തന്നെ കഴിയാതിരുന്ന അവസ്ഥയിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ലോക സംരക്ഷണാർത്ഥം തന്റെ തൃക്കണ്ണു തുറന്നു. അതിൽ നിന്നും അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടു കൂടിയ ഭദ്രകാളി ഉടലെടുത്തുവെന്നും ഈ കാളി ദാരികനെ നിഗ്രഹിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1200 വർഷത്തെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം വടക്കംകൂർ രാജാവ് പണികഴിപ്പിച്ചതാണ് എന്നാണ് വിശ്വാസം. വടക്കംകൂർ രാജകുടുംബാംഗങ്ങൾ കുടുംബ പരദേവതയായി വച്ചാരാധിച്ചിരുന്ന ഭഗവതിയായിരുന്നു കാരിക്കോട് ഭഗവതി. മുൻപ് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നതിന് തെളിവത്രേ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന 2 നന്ദി പ്രതിഷ്ഠകൾ. കാരിക്കോട് ക്ഷേത്രത്തിൽ ദേവീ ചൈതന്യത്തോടൊപ്പം ശിവചൈതന്യവും ശക്തമായി കുടികൊള്ളുന്നുവെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിട്ടുള്ളതുമാണ്. വടക്കംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന കാരിക്കോട് ദേശം സമ്പന്നമായ ഒരു സംസ്കാരം പേറുന്ന സ്ഥലമത്രേ. കൊട്ടാരങ്ങളും കോട്ടക്കൊത്തളങ്ങളും സ്ഥിതി ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇന്നും ഈ പ്രദേശത്ത് അവശേഷിക്കുന്നു. രാജധാനിയും കോട്ടയും നാമാവശേഷമായെങ്കിലും ഭക്തജനങ്ങൾ കാവിലെത്തി ഇപ്പോഴും ആരാധന നടത്തിവരുന്നു. നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും കൂടാതെ മറ്റു പ്രതിഷ്ഠകളും നിത്യപൂജയ്ക്കുള്ള ക്ഷേത്രവും ചരിത്ര സത്യങ്ങളുടെ മായാത്ത സ്മരണകളായി ഇപ്പോഴും കോട്ടപ്പറമ്പിൽ നിലകൊള്ളുന്നു. 1752 വടക്കംകൂർ രാജാവ് സ്ഥാനഭ്രഷ്ടനായതോടുകൂടി തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലം വരെ ഈ ക്ഷേത്രം രാജഭരണത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെടുകയും അതിനുശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 8ാം ഉത്സവനാളിൽ രാജപ്രതിനിധിയുടെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ ഭഗവാനെ കോട്ടയ്ക്കകത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. കീഴ്മലൈനാട് രാജാവ് നിറപറയും കാണിക്കയും അർപ്പിച്ച് ആദരവോടെ എതിരേൽക്കുന്നത് പതിവായിരുന്നു. ദീപാരാധനയ്ക്ക് മുൻപ് കോട്ടയ്ക്കകത്തെത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഇറക്കി പൂജയും കഴിഞ്ഞ് ഭദ്രകാളി ക്ഷേത്രത്തിൽ അത്താഴ പൂജയും കഴിഞ്ഞ് തിരിച്ചയക്കാറുണ്ട്. ഈ എതിരേൽപ്പും എഴുന്നള്ളിപ്പും കീഴ്മലൈ രാജാവിൽ നിന്നും വടക്കംകൂർ രാജാവും തുടർന്ന് തിരുവിതാംകൂർ സർക്കാരും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുറപ്രകാരം ആചരിച്ചു വരുന്നു. മുൻപ് കടയത്തൂർ കദളിക്കാട് കുടുംബത്തിലെ മുതിർന്ന കാരണവർക്ക്
ദേവിയുടെ വെളിപാടുണ്ടാകുമായിരുന്നു. ഇതിനെ തുടർന്ന് വടക്കംകൂർ രാജാവ് ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് കർമ്മം ഏൽപ്പിച്ചു കൊടുത്തു. അക്കാലത്ത് വെളിച്ചപ്പാട് ദേവിയുടെ വെളിപാടുള്ളതിനാൽ ഊരു ചുറ്റാൻ ഇറങ്ങിയിരുന്നുവത്രേ. ഭക്തർ ഭയഭക്തി ബഹുമാനത്തോടെയായിരുന്നു ഈ ഊരു ചുറ്റൽ വേളയിൽ വെളിച്ചപ്പാടിനെ സ്വീകരിച്ചിരുന്നത്. ഒരു അങ്ങനെയിരിക്കെ ഒരിക്കൽ പേട്ട റോഡിലൂടെ വെളിച്ചപ്പാട് വരുമ്പോൾ അവിശ്വാസികളായ ഏതാനും പേർ വാളുമായി കൊയ്യാനിറങ്ങിയതാണോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചുവെന്നും അതിന് വെളിച്ചപ്പാട് വിതയ്ക്കാനാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. മറുപടിയെ തുടർന്ന് വെളിച്ചപ്പാട് ക്ഷേത്രത്തിലേക്ക് പോവുകയും അധിക്ഷേപിച്ചവരുടെ കുടുംബങ്ങളിൽ ഉടൻ തന്നെ അനർത്ഥങ്ങൾ ഉണ്ടായി തുടങ്ങുകയും അവർ കൂട്ടമായി ക്ഷേത്രനടയിലെത്തി മാപ്പ് ചോദിച്ചുവെന്നുമാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് കാരിക്കോട് ഭഗവതി കുടികൊള്ളുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ അതേ ഭാവമാണ് ഇവിടുത്തെ ഭദ്രകാളിക്ക് എന്നാണ് സങ്കല്പം. അതീവ രൗദ്രഭാവത്തിലുള്ള കാരിക്കോടമ്മ ഭക്തർക്ക് ആശ്രിത വത്സലയാണ്. കാരിക്കോട് ക്ഷേത്രത്തിന്റെ സമീപത്തായി ക്ഷേത്രത്തിന്റെ കീഴേടം എന്ന നിലയിൽ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തു വരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കുടികൊള്ളുന്ന ഈ ഗണപതി ക്ഷേത്രമാണ് ഇതിൽ പ്രധാനം. നീണ്ടൊരു കാലം തപസിൽ മേവും മുറപ്രകാരം നിത്യേന 3 പൂജയാണ് കാരിക്കോട് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ഇരിങ്ങാലക്കുട കാവനാട്ടില്ലത്തിനാണ് ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം. മുഖ്യ ദേവതയെ കൂടാതെ ഗണപതി, ദുർഗ, ശിവൻ, വിഷ്ണു എന്നിവർ ഉപദേവന്മാരായും കാരിക്കോട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. കൂടാതെ ദേവിയുടെ കിങ്കരന്മാരിൽ പ്രധാനിയായ കണ്ടാകർണന്റെ പ്രതിഷ്ഠയും ഇവിടെ കുടികൊള്ളുന്നു. ചുറ്റമ്പലത്തിന് വെളിയിൽ വടക്കുഭാഗത്തായാണ് കണ്ടാകർണൻ കുടികൊള്ളുന്നത്. തിരുവോണം നാളിൽ കൊടിയേറി കാർത്തിക നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് കാരിക്കോട് ക്ഷേത്രത്തിലെ തിരുവുത്സവം. വളരെയധികം ചടങ്ങുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ ഉത്സവം നടത്തപ്പെടുന്നത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാന ചടങ്ങത്രേ രേവതി എതിരേൽപ്പ്. പേട്ട റോഡിൽ പുരാതനമായ വട്ടപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിന്റെ വാതിൽക്കൽ നിന്നും ദേവിയെ എഴുന്നള്ളിച്ച് രേവതി നാളിൽ എതിരേൽക്കുന്ന ചടങ്ങാണ് ഇത്. വർഷത്തിൽ ഈ ഒരു ദിനം മാത്രമാണ് ദേവി പേട്ട റോഡിലൂടെ എഴുന്നള്ളുന്നത്. മുൻപ് തന്റെ വെളിച്ചപ്പാടിനെ അപമാനിച്ചത് ഇവിടെ വച്ചായതിനാൽ മറ്റൊരു കാര്യത്തിനും ദേവി ഈ റോഡിലൂടെ എഴുന്നള്ളാറില്ല. ദാഹം തോന്നിയ നേരം അശ്വതി നാളിലെ താലപ്പൊലി ഘോഷയാത്രയാണ് തിരുവുത്സവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചടങ്ങ്. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ കാരിക്കോട്ടമ്മയ്ക്ക് ധനധാന്യാദികളുമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദിനമാണ് അശ്വതി നാൾ. അശ്വതിയൂട്ട് എന്ന പേരിൽ ഈ ദിവസം ഇവിടെ അന്നദാനവും നടത്തിവരുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിൽ നടത്തിവരുന്ന ഗരുഡൻ തൂക്കം ക്ഷേത്രത്തിലെ ഒരു വിശേഷാൽ ചടങ്ങത്രേ. ഇടവെട്ടി, ചാലംകോട് എന്നീ കരകളിൽ നിന്നും തൂക്കച്ചാടിലാണ് ഗരുഡൻ തൂക്കം വരുന്നത്. കൂടാതെ വിവിധ ദേശങ്ങളിൽ നിന്നും ഒറ്റയ്ക്കുള്ള ഗരുഡൻ പർവ്വകളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കുംഭമാസത്തിലെ അശ്വതി നാളിൽ ഭഗവതിയെ തങ്ക അങ്കി ചാർത്തുന്ന ചടങ്ങ് നടന്നുവരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിവരുന്ന ഈ ചടങ്ങ് ദർശിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ദേവിയുടെ തിരുനടയിലെത്തുന്നു. ആശ്രിത വത്സലയായ അമ്മയെ പ്രകീർത്തിച്ച് പന്തൽ കെട്ടി പാട്ട് നടത്തുന്ന ചടങ്ങാണ് പന്തൽപ്പാട്ട്. ചാലംകോട് ഇടവെട്ടി കരക്കാരാൽ നടത്തപ്പെടുന്ന പന്തൽപ്പാട്ട് ദിവസം ഈ കരയിലെ ഭക്തജന സഹസ്രങ്ങൾ അമ്മയുടെ അരികിലെത്തി അമ്മയുടെ പ്രസാദമായ ഉച്ചയൂണ് കഴിച്ചാണ് മടങ്ങുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ദേശഗുരുതി നാടിന്റെ ഐശ്വര്യത്തിനായി നടത്തുന്ന ഒരു ചടങ്ങത്രേ. ഗുരുതി സമർപ്പിച്ച് ദേവിയെയും ഭൂതഗണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണത്രേ ഇത്. വർഷത്തിൽ എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും നടത്തിവരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം.
രാജഭരണകാലത്ത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഓരോ ദിനവും ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളാണ് നടത്തിവരുന്നത്. ഗവൺമെന്റ് ഓർഡർ പ്രകാരം കളക്ടർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിലെത്തി പണക്കിഴി സമർപ്പിക്കുന്ന ചടങ്ങ് 1970 വരെ നിലനിന്നിരുന്നു. ഉത്സവകാലത്തെ അശ്വതി നാളിൽ ആചാരപരമായി നടത്തിവരുന്ന ഒരു ചടങ്ങത്രേ അശ്വതി വിളക്ക്. ഇതിനുശേഷം ദേവിയെ ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇളം കാവിലേക്ക് കൊണ്ടുപോകുന്നു. ഭരണിനാളിൽ ദേവി ഇവിടെയാണത്രേ കുടികൊള്ളുന്നത്. ഭരണിനാളിൽ എത്തുന്ന ഗരുഡൻ തൂക്കങ്ങൾ ചൂണ്ടകുത്തുക എന്ന ചടങ്ങ് ഇളം കാവിലാണ് നടത്തിവരുന്നത്. കാർത്തിക നാളിൽ ആറാട്ട് കഴിഞ്ഞാണ് ദേവി ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചേരുന്നത്. അശ്വതി നാൾ രാത്രി അശ്വതി വിളക്കിന് ശേഷം കോട്ട കത്തിക്കൽ എന്ന ഒരു ചടങ്ങും കാരിക്കോട്ട് ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ഇല്ലിമുളക കൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കോട്ടയിൽ വെടിമരുന്ന് നിറച്ച് കത്തിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ട കത്തിക്കൽ. തിരുവിതാംകൂറിന്റെ ആക്രമണത്തിൽ പരാജയപ്പെട്ട വടക്കൻകൂർ രാജാവ് തന്റെ കോട്ടയും മറ്റും തീയിട്ട് നശിപ്പിച്ചതിനു ശേഷം പലായനം ചെയ്തതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ട കത്തിക്കൽ. എല്ലാം മറന്നു മുന്നിൽ തിരുവുത്സവത്തെ കൂടാതെ നവരാത്രി ആഘോഷവും കാരിക്കോട് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വിശേഷ അവസരമാണ്. തന്നെ ദർശിക്കാനെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് ഒരു ദേശത്തിന്റെ മുഴുവൻ സംരക്ഷകയായി വിളങ്ങുകയാണ് വിശ്വസിക്കും ഭക്തരെ രക്ഷിക്കുന്ന ഭദ്രകാളി മഹേശ്വരിയായ കാരിക്കോട്ടമ്മ. നമ്മുടെ പ്രാണൻ അന്നത്താൽ നിലനിൽക്കുന്നു. ശരീരം നിലനിൽക്കുന്നതും അന്നത്തെ ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അന്നത്തെ ഭക്ഷിക്കുന്ന ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് നാം ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നത്. അന്നം വിശിഷ്ട വസ്തു ആയതുകൊണ്ട് തന്നെ അത് തൃപ്തിയോടെ ദാനം ചെയ്യുന്നത് പുണ്യമാണ്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.